നമസ്കാരം. എല്ലാവരും പ്രണയിക്കുന്നവരും അതുപോലെ തന്നെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് അല്ലേ? ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നതും അതുപോലെ തന്നെ പ്രണയം തന്നെ ആയിരിക്കാം. എന്നാൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രണയം യഥാർത്ഥത്തിൽ അത് പ്രണയം തന്നെയാണോ, അതോ അതൊരു വിഷം നിറഞ്ഞ ബന്ധമാണോ എന്നുള്ളത്, അതിൽ നിങ്ങൾ ശ്വാസം മുട്ടുകയാണോ എന്നുള്ളതൊക്കെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക? അങ്ങനെയുള്ള ശ്വാസം മുട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന പ്രണയം എന്ന് പറയുന്നത് അതൊരിക്കലും പ്രണയമല്ല. അങ്ങനെ നമുക്ക് പ്രണയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാണുക. നിങ്ങളിൽ പലരും വിചാരിക്കുന്നത് എപ്പോഴും വഴക്കിടുന്നതും കരയുന്നതും വേദനിക്കുന്നതുമൊക്കെ യഥാർത്ഥ പ്രണയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. എത്ര വഴക്കിട്ടാലും ഞങ്ങൾ പിരിയില്ല, അതാണ് ഞങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം സമാധാനിക്കാറുണ്ടല്ലേ? പ്രണയത്തിൽ അല്പം വഴക്കുകളൊക്കെ സ്വാഭാവികം തന്നെയാണ്. എന്നാൽ എല്ലാ ദിവസവും കരയേണ്ടി വരിക, എല്ലാ രാത്രികളിലൊക്കെ നമ്മൾ ഉറക്കം നഷ്ടപ്പെടുക, കോൺസ്റ്റൻ്റ്ലി ആയിട്ട് ഒരു പേടിയിൽ നമ്മൾ ജീവിക്കേണ്ടി വരിക, ഇതാണോ ശരിക്കും യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത്? അതൊരിക്കലും പ്രണയമല്ല, അതൊരു തരം ആസക്തിയാണത്. ആ വിഷം നമ്മളെ പതിയെ പതിയെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എപ്പോഴാണ് ഒരു ബന്ധം വിഷമയമാകുന്നത് എന്നുള്ളതും എന്താണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളതൊക്കെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? അപ്പോൾ യഥാർത്ഥ പ്രണയത്തിൽ ഒന്നാമത്തെ കാര്യം സ്വാതന്ത്ര്യം തന്നെയാണ്. യഥാർത്ഥ പ്രണയം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെ പോകണം, ആരെ കാണണം എന്നതിനൊക്കെ നമ്മൾ നിയന്ത്രിക്കാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പ്രണയമല്ല. ട്രൂ ലവ് ആൾവേസ് ഗീവ് യു റെസ്പെക്റ്റ് എന്നുള്ളതാണ്. നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾക്കും അതുപോലെ തന്നെ ഇഷ്ടങ്ങൾക്കും അവർ പിന്തുണ നൽകിക്കൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം പരസ്പരം ബഹുമാനമാണ്. അതൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. വിഷം നിറഞ്ഞ ബന്ധത്തിൽ നിങ്ങൾ എപ്പോഴും താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നീ ഒന്നിനും കൊള്ളില്ല, നിനക്ക് എന്നെ അല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവർ ദുർബലരാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ ആത്മാഭിമാനത്തെ ശരിക്കും ഉയർത്തുകയും തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ അവരെ നിങ്ങളായിരിക്കുന്നത് പോലെ തന്നെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ. ഇനി നമ്മൾ മൂന്നാമത്തെ കാര്യം എടുക്കുകയാണ്, സുരക്ഷിതത്വമാണ്. അത് സേഫ്റ്റിയാണ്. ഒരു വിഷമയമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പേടിയായിരിക്കും. അടുത്ത വഴക്ക് എപ്പോഴാണ്, അവരെന്നോട് ഇനി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം, എങ്ങനെയായിരിക്കും അവരുടെ ചിന്തകൾ, ഇങ്ങനെയുള്ള ഒരു ചിന്തകളൊക്കെ ആയിരിക്കും നമ്മളങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ യഥാർത്ഥ പ്രണയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സുരക്ഷിതത്വം നൽകുന്നുണ്ട്. അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ട്, ധൈര്യം തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു നല്ല പ്രണയത്തിൻ്റെ ഭാഗമായിരിക്കാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കാൻ കഴിയുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ മാനസികാരോഗ്യവും സന്തോഷവും ഒക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നശിപ്പിക്കുന്നത് ഒരു ബന്ധത്തിൽ നിങ്ങൾ തുടരാതിരിക്കുക നല്ലത്. ഒരു പക്ഷേ ആ ബന്ധത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കും. ഒരുപാട് കാലം അനുഭവിച്ച വേദനയേക്കാൾ അത് ചെറുതായിരിക്കാം വേദന എന്നുള്ളതാണ്. നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ബന്ധത്തിലും നമ്മൾ തുടരേണ്ട ആവശ്യമില്ല. അങ്ങനെ തുടരുന്ന ഒരു ബന്ധത്തിനും നിലനിൽപ്പില്ല. അതൊരു എൻഡിങ് അല്ല, അതൊരു ഹീലിംഗ് പ്രോസസ്സിൻ്റെ തുടക്കം മാത്രമാണ്. നമ്മുടെ ജീവിതം അത് നമ്മുടേത് മാത്രമാണ്. അത് സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും സന്തോഷമായി നമ്മൾ ജീവിക്കുന്ന നിമിഷങ്ങളിൽ ജീവിക്കുക, ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്തേ. കാരണം ഒരുപക്ഷെ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ആശ്വാസമായേക്കാം. ആൾ ദി ബെസ്റ്റ്.